പാതിരാവുകളിൽ എല്ലാവരും ഗാഢമായ നിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വുളു എടുത്ത് വീട്ടുകാരെ ആരെയും വിളിച്ചുണർത്താതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വല്ല വരാന്തയിലോ ബെഡ്റൂമിലോ നിങ്ങളുടെ അടുക്കളയിലെങ്കിലോ പോലും ഒരു മുസല്ല വിരിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ ഒച്ച വെച്ചോതാതെ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒച്ചക്ക് എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കുന്നതിന്റെ ഒരു മാധുര്യമുണ്ട്. ആ മധുരമറിഞ്ഞവരാരും തഹജ്ജുദ് ഒഴിവാക്കൂല. ആ മധുരമറിഞ്ഞവരാർക്കും അതൊഴിവാക്കാൻ കഴിയൂല. ആ മധുരം അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. അൽ ഉൻസു ബില്ലാഹ്. മധുരങ്ങളിൽ, ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണെന്ന് അന്വേഷിച്ചു നടക്കുന്നവരെ, അത് മദ്യപാനത്തിലുണ്ടോ? ആ ആനന്ദം ലഹരിയിലുണ്ടോ? ആ ആനന്ദം വ്യഭിചാരത്തിലുണ്ടോ? തിന്മകളിലുണ്ടോ? സിനിമ കാണുന്നിടത്തുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളെക്കാളും 10 മടങ്ങ് ആനന്ദമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിൽ കടന്ന് പറയുന്ന ആ ഒരു തസ്ബീഹിന് കിട്ടുന്ന മധുരം ലോകത്തെ ഒരു തിന്മയിൽ നിന്നും കിട്ടില്ല. മുഅ്മിനെ കിട്ടില്ല, സഹോദര കിട്ടില്ല, പെങ്ങളെ കിട്ടില്ല, വിദ്യാർത്ഥിനികളെ. ആനന്ദം ആത്മാവിന്റെ ആനന്ദമാണ്. അത് അല്ലാഹുവിനോട് നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ്. ഇബാദത്തിന്റെ, പ്രാർത്ഥനയുടെ ആനന്ദം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ, രാത്രിയുടെ ഇരുട്ടറകളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സുജൂദിൽ കിടന്നുകൊണ്ടും യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണത്രേ. രാത്രികാലം ഖുർആൻ ഓതി നിൽക്കുകയും നിസ്കരിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്തിട്ട് ആഖിറത്തെ പേടിക്കുകയും അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെ ഒരു നന്മയും ചെയ്യാതെ കിടന്നുറങ്ങി കാലം കഴിക്കുന്നവനും ഒരുപോലെയാണോ? ഖുൽ ഹൽ